ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ്. വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നമുക്ക് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ വലിയവനായ ദൈവം ചെയ്ത വലിയ ഒരത്ഭുതത്തെ പറ്റിയുള്ളതായ ചിന്തകളാണ് പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം അതിൻ്റെ 22-ാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഗോഡ് ട്രബിൾസ് ദ ഈജിപ്ഷ്യൻ ആർമി ആൻഡ് ദേ ആർ ഡ്രൗൺഡ്. വലിയവനായ ദൈവം മിസ്രൈമ്യ സൈന്യത്തെ കുഴപ്പത്തിലാക്കി. മാത്രമല്ല, അവർ കടലിൻ്റെ അകത്ത് മുങ്ങി മരിക്കുകയും ചെയ്തു. അതാണ് കാണുന്നത്. വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് വിൽ ക്രഷ് ദോസ് ഹു സീക്ക് ടു ഹാം ഹിസ് പീപ്പിൾ. വലിയവനായ ദൈവം നിശ്ചയമായും തൻ്റെ ശത്രുക്കളെ, ആരാണോ ദൈവത്തിൻ്റെ മക്കളെ ഉപദ്രവിക്കുവാനായിട്ട് തുടങ്ങുന്നത്, അവർക്ക് വലിയൊരു നാശം വലിയവനായ ദൈവം നടത്തും എന്നുള്ളതാണ് ഇവിടെ നാം കാണുന്നത്. ഏതാണ്ട് 400 ചില്ലുവാനം വർഷങ്ങൾ ഇസ്രായേൽ മക്കളെ കഷ്ടപ്പെടുത്തി അവരെ വീണ്ടും അവിടെ നിന്ന് മാറിപ്പോന്നിട്ട് പോലും അവരെ വീണ്ടും പിടിച്ചുകൊണ്ടു പോകുവാൻ തക്കവണ്ണം ശ്രമിച്ച ആ മിസ്രയീമിനെ വലിയവനായ ദൈവം ചെയ്യുന്ന ആ വലിയ ആ ശിക്ഷയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 23-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, മിസ്രയീമ്യർ പിന്തുടർന്നു ഫറവോൻ്റെ കുതിരയെയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടവിൻ്റെ നടുവിലേക്ക് ചെന്നു. അവർക്കത് കടലാണോ കരയാണോ എന്നറിയത്തില്ലായിരുന്നു. അവർ കരയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ പിന്നാലെ ഇസ്രായേൽ മക്കളെ ഉണങ്ങിയ നിലത്തൂടെ ദൈവം കൊണ്ടുപോയി. അതുപോലെ തന്നെ അവരും മുൻപോട്ട് പോകുകയാണ്. 24-ാമത്തെ വാക്യത്തിൽ കാണുന്ന, പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രൈമ്യ സൈന്യത്തെ നോക്കി മിസ്രൈമ്യ സൈന്യത്തെ താറുമാറാക്കി. പ്രഭാതയാമത്തിൽ നേരം വെളുക്കാറായപ്പോൾ ദൈവം അഗ്നിമേഘസ്തംഭത്തിൽ, ആ അഗ്നിമേഘസ്തംഭമാണ് ഇസ്രായേൽ മക്കളെ അവിടെ കൊണ്ട് നടത്തിക്കൊണ്ട് പോയത്. ആ മേഘസ്തംഭത്തിൽ നിന്നുകൊണ്ട് മിസ്രയീമ്യരെ സൈന്യത്തെ നോക്കുകയാണ്. അവരുടെ ആ ചിന്താഗതികൾ, അവർ ഇസ്രായേൽ മക്കളെ പിടിക്കുവാൻ തക്കവണ്ണം വരുന്നത് കണ്ട് ആ മിസ്രയീമ്യ സൈന്യത്തെ താറുമാറാക്കി. മനുഷ്യരല്ല, വലിയവനായ ദൈവം താൻ തന്നെ ആ മിസ്രയീമ്യരെ താറുമാറാക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ കരം. അത് കഴിഞ്ഞ് എങ്ങനെയാണ് താറുമാറാക്കിയതെന്ന് 25-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചു, ഓട്ടം പ്രയാസമാക്കി. രഥത്തിൻ്റെ ചക്രങ്ങൾ തെറ്റുവാൻ തുടങ്ങി. അത് ശരിയായ രീതിയിൽ ഓടുന്നില്ല. ചിലപ്പോൾ അത് ഫിറ്റ് ചെയ്തത് ഇളകി കാണുമായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ റിം വളഞ്ഞു പോയി കാണുമായിരിക്കാം. എങ്ങനെയായിരുന്നാലും ആ ചക്രങ്ങളെ ദൈവം തെറ്റിച്ച് കളഞ്ഞു. അതുകൊണ്ട് മിസ്രയീമ്യർ, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക, യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും നല്ല ടെക്നിക്കലുള്ള ഒരു ദേശമാണ് മിസ്രയീമ്യർ. ഒരിക്കലും അവരുടെ രഥത്തിന് ഇങ്ങനെയുള്ളതായ അബദ്ധം പറ്റുവാൻ സാധ്യതയില്ല. എന്നാൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഇത് ദൈവത്തിൻ്റെ കരമാണ്, ദൈവമാണ് നമ്മുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് കളയുന്നത്. മിസ്രയീമ്യരോട് ദൈവം യുദ്ധം ചെയ്യുന്നു. അതുകൊണ്ട് ഇനിയും നാം നിന്നാൽ അവരുടെ പിന്നാലെ പോകുന്നത് കൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് നമുക്ക് മടങ്ങി പോകാം എന്ന് അവർ പറയുകയാണ്. യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമ്യരോട് യുദ്ധം ചെയ്യുന്നു. നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക്കോളാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരം അവരുടെ മേൽ വരും എന്ന് താൻ ചിന്തിക്കുകയുണ്ടായി. അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ യഹോവ മോശയോട്, വെള്ളം മിസ്രയീമ്യരുടെ മേലും അവരുടെ രഥങ്ങളുടെ മേലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈ നീട്ടുക എന്ന് കൽപ്പിച്ചു. ദൈവം പറയുകയാണ്, നീ നിൻ്റെ കൈ വീണ്ടും ഒന്ന് നീട്ടുക.
നീ നീട്ടുമ്പോൾ നിശ്ചയമായും ആ കടൽ തിരിച്ചു വരും. ദൈവത്തിന് മോശയുടെ ആവശ്യമുണ്ടായിരുന്നോ? മോശ കൈ നീട്ടേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ലായിരുന്നു. ദൈവത്തിന് സ്വയമായിട്ട് ആ കാര്യം ചെയ്യാമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത് ഇസ്രായേൽ മക്കൾ തന്നെ ഈ മോശയ്ക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നത്, വാക്കുകൾ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം ഈ ഇസ്രായേൽ മക്കളെ, മോശ ദൈവത്തിൻ്റെ ദാസനാണ്, ദൈവത്തിൻ്റെ ഭൃത്യനാണ്, ദൈവം ചെയ്യുന്ന ആ വൻ കാര്യങ്ങൾ മോശ മുഖാന്തരമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതിന് വേണ്ടി മോശയോട് പറയുകയാണ്, നീ കൈ നീട്ടണം. നീ കൈ നീട്ടുമ്പോൾ വിശ്വാസത്തോടു കൂടെയുള്ളതായ കൈ നീട്ടൽ. ആ കൈ നീട്ടിയ സമയത്ത് എന്താ സംഭവിച്ചത്? മോശ കടലിന്മേൽ കൈ നീട്ടി, പുലർച്ചയ്ക്ക് കടൽ അതിൻ്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. മിസ്രയീമ്യർ അതിന് എതിരായി ഓടി. യഹോവ മിസ്രയീമ്യരെ കടലിൻ്റെ നടുവിൽ തള്ളിയിട്ടു. പറഞ്ഞായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ കണ്ടിട്ടുള്ളതായ മിസ്രയീമ്യരെ ഇനി നിങ്ങൾ ഒരിക്കലും കാണുകയില്ല എന്ന് പറഞ്ഞ ആ വാഗ്ദത്തം, ആ സംഭവം ഇവിടെ പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. മോശ കടലിന്മേൽ കൈ നീട്ടി, പുലർച്ചയായപ്പോൾ അത് സ്ഥിതിയിലേക്ക് വന്നു. അതിനെതിരായി ഓടി യഹോവ മിസ്രയീമ്യരെ കടലിൻ്റെ നടുവിൽ തള്ളിയിട്ടു. വെള്ളം മടങ്ങി വന്നു. അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയെയും ഫറവോൻ്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു. അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. ദൈവത്തിൻ്റെ വലിയ അത്ഭുത കരം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ മക്കൾ ആ കരയിലൂടെ കടന്നുപോയി, സുരക്ഷിതമായി കടന്നുപോയതിനു ശേഷം ഇസ്രായേൽ മക്കളെ മിസ്രയീമ്യരെ താറുമാറാക്കുന്ന ആ ദൈവത്തിൻ്റെ കരം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സംഭവം വീണ്ടും ആവർത്തിച്ച് സങ്കീർത്തനങ്ങളിൽ, അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകത്തിൽ തന്നെ, അതുപോലെ തന്നെ ആവർത്തന പുസ്തകങ്ങളിൽ, ജോഷുവയുടെ പുസ്തകത്തിൽ, നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ, അങ്ങനെ ആവർത്തിച്ച് ഈ ദൈവം ചെയ്ത വലിയ അത്ഭുതത്തെ പറ്റി ബൈബിളിൽ നമുക്ക് പലയിടങ്ങളിലും കാണുവാനായിട്ട് സാധിക്കും. അതിന് കാണിക്കുന്നത് അത്രമാത്രം ദൈവത്തിൻ്റെ ആ കരത്തിൻ്റെ അത്ഭുതമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയ വിശ്വാസികളെ, നമുക്കും ദൈവം ചെയ്തു തരുന്ന വലിയ ഉപകാരങ്ങളെ നാം മറ്റുള്ളവരോട് പറയുന്നവരാണോ? ഇസ്രായേലിയ ദൈവദാസന്മാർ വീണ്ടും അത് ആവർത്തിച്ച് പറയുന്നത് പോലെ നാമും അങ്ങനെ ചെയ്യുന്നവരാണ്. നമുക്ക് ഇതിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, ഗോഡ് വിൽ ക്രഷ് ഹിസ് എനിമീസ് ഡ്യൂറിങ് ദ എൻഡ് ടൈം. അവസാന സമയത്ത് വലിയവനായ ദൈവം തൻ്റെ ശത്രുക്കളെ നശിപ്പിക്കും എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ, 19-ാം അധ്യായത്തിൽ 20-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് അവിടെയൊക്കെ നാം കാണുന്നത് അർമഗദോൻ യുദ്ധവും, ആ യുദ്ധത്തിൽ ആ സാത്താനോടും അതുപോലെ തന്നെ എതിർ ക്രിസ്തുവിനോടും ആ കള്ളപ്രവാചകനോടും ഒക്കെ യുദ്ധം ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വലിയൊരു വിജയം അവർക്ക് ലഭിക്കുവാനായിട്ട് പോകുകയാണ്. അതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയ വിശ്വാസികളെ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം, ദൈവത്തിൻ്റെ ആ യുദ്ധം, യഹോവയാണ് യുദ്ധം ചെയ്തത്. ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇസ്രായേൽ മക്കൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തിലും കൂടുതൽ ആശ്രയിച്ചു, അതുപോലെ തന്നെ മോശയിലും വിശ്വസിച്ചു. രണ്ടുപേരിലും അവർ വിശ്വസിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നാം അതിനെതിരായിട്ടൊന്നും പറയേണ്ടതോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രതികാരം നമുക്കുള്ളതല്ല, അത് യഹോവയ്ക്കുള്ളതാണ്. യഹോവ അതിന് പ്രതികാരം ചെയ്യും.
അതുകൊണ്ട് ഇസ്രായേൽ മക്കളോട് തന്നെ മോശ പറഞ്ഞത്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതെ ഇരിക്കുവിൻ. അവർ മിണ്ടാതെ ഇരുന്നപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. പ്രിയ വിശ്വാസികളെ, നമുക്കെതിരായി പോരാടുന്ന പൈശാചിക ശക്തിയും മാനുഷിക ശക്തിയും ഏതു തന്നെയായിരുന്നാലും അതിൻ്റെ മുമ്പിൽ നാം നിശബ്ദരായിട്ടിരിക്കുക, മിണ്ടാതെ ഇരിക്കുക. ദൈവം നിശ്ചയമായും ആ ശത്രുക്കളെ ഒരു ദിവസം നശിപ്പിച്ച് കളയും. ഫറവോനെ 400 വർഷങ്ങൾക്ക് ശേഷം ഫറവോനെയും സൈന്യത്തെയും മിസ്രയീമ്യരെയും ദൈവം നശിപ്പിച്ചതുപോലെ നമ്മെയും നമ്മുടെ ശത്രുക്കളെയും നശിപ്പിക്കും. ഇന്നെന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വലിയ മഹത്വം, ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ കാണാത്തത്? മോശയെപ്പോലെ വിശ്വാസത്തോടുകൂടെ കൈനീട്ടുവാൻ ഇന്ന് നമ്മുടെ മധ്യത്തിൽ ആരുമില്ല. മോശയെപ്പോലെ നാം വിശ്വാസത്തോടെ കൈനീട്ടുമ്പോൾ നിശ്ചയമായും ഇന്നും ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ വചനങ്ങൾ മുഖാന്തരം ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.